ഇത്രയും അറിയാവുന്ന ഡോക്ടേഴ്സ് ആണെങ്കിൽ എന്തുകൊണ്ട് അടുത്തൊരു നല്ല ഹോസ്പിറ്റലിൽ എത്തിച്ചില്ല, പെട്ടെന്ന് മാറ്റിയില്ല. അപ്പോൾ അവിടെ അവരൊരു ഉഴപ്പ് പോലെ ഒരു കാര്യം കാണിച്ചു. ഞായറാഴ്ച മുതൽ ബി പി കുറവാണ്, തിങ്കളാഴ്ച ഫുൾ ബി പി കുറവാണ്. ഇത്രയും വൈകിപ്പിച്ചാണ് എനിക്ക് ചികിത്സയിൽ വേറൊരു നല്ല ഹോസ്പിറ്റലിലോട്ട് അവരെത്തിക്കുന്നത്. പിന്നെ അനന്തപുരിയിലെ ക്രിട്ടിക്കൽ കെയറിലെ ഡോക്ടേഴ്സിൻ്റെ ഒരു അവരുടെ ഒരു ഇത് കെയറും ട്രീറ്റ്മെൻറ്റും കാരണമാണ് എനിക്ക് ഇത്രയും ഒരു ബെറ്റർ സ്റ്റേജിലോട്ട് വന്നത്. അതിന് മുന്നേ പറഞ്ഞിരുന്നത് വെച്ചാൽ എൻ്റെ ഒരു കണ്ടീഷൻ കണ്ടിട്ട് ഹോപ്പ് അങ്ങനെ കുറവാണ്, ഇല്ല ചാൻസസ് കുറവാണ്, ഇങ്ങനത്തെ കണ്ടീഷൻ പേഷ്യൻ്റ് രക്ഷപ്പെടുമെന്ന്. നമ്മളിത് വേറെ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ അവരും പറഞ്ഞിരുന്നത് ഇത് തന്നെയാണ്, അയ്യോ ഭയങ്കര ക്രിട്ടിക്കലാണിത്. എനിക്ക് തന്നെ ഒരു ബോധം വരുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഇവർ പറയുമ്പോഴാണ് ഞാൻ ഇത്രയും ക്രിട്ടിക്കലായിട്ട് മൂവ് ചെയ്തിരുന്നതാണ്. 24 hours കണ്ടിന്യൂസ് ഡയാലിസിസ് ഒക്കെ ചെയ്ത് കിഡ്നിയൊക്കെ ഡൗൺ ആയിരുന്നു. ആദ്യമൊന്നും ഒരു മരുന്നിനും ഞാൻ റിയാക്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല, അങ്ങനെയൊക്കെയാണ് പറഞ്ഞിരുന്നത്. അപ്പം ഇത്രയും ക്രിട്ടിക്കൽ കണ്ടീഷനിലാണ് അവരെന്നെ അവിടെ എത്തിച്ചിരുന്നത്. ഇതുപോലൊരു സംഭവം വേറൊരു പേഷ്യൻറ്റിന് ഉണ്ടായിട്ടുണ്ട്, മരിച്ചു പോയിട്ടുണ്ട്. അപ്പം അങ്ങനെ മരിച്ചു പോവാം, അങ്ങനെ ഇവിടെ ഒരു ഫെസിലിറ്റി ഇല്ല എന്ന് വിചാരിച്ചെങ്കിലും മാറ്റണ്ടേ. അപ്പം അതുപോലും ചെയ്തില്ലല്ലോ ഇവരെ, അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ട്. അപ്പം നാളെ വേറൊരു പേഷ്യൻ്റ് വന്നാലും അവരോട് ഇങ്ങനെ തന്നെയല്ലേ ചെയ്യുക. എന്താണ് ആ സർജറിയിൽ നടന്നത്, എന്തുകൊണ്ടാണ് എനിക്കിതിങ്ങനെ വന്നത് എന്ന് മെഡിക്കൽ ബോർഡാണ് പറയേണ്ടത്.